ഇന്നിപ്പോൾ എന്താണ് തോരൻ വെക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഫ്രിഡ്ജിൽ തപ്പിയപ്പോഴാണ് കുറേ ഐറ്റംസ് അതിലിരിക്കുന്നുണ്ടായിരുന്നു. അച്ചിങ്ങ ഉണ്ടായിരുന്നു, കൊത്തമര ഉണ്ടായിരുന്നു, പിന്നെന്താ ക്യാബേജ് അല്ല കേട്ടോ, കോവയ്ക്ക. ഇത്രയും സംഭവങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ കൊത്തമര എന്ന് പറഞ്ഞ സംഭവമൊക്കെ നമുക്ക് അത് തോരൻ വെച്ച് കഴിഞ്ഞാൽ കഴിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്, കുറച്ച് കയ്പുള്ളതുകൊണ്ട്. അപ്പോൾ ഞാൻ ഓർത്ത് ഇതിലൊന്ന് കട്ട് ചെയ്ത് നോക്കാം, അപ്പോൾ കുറച്ചുകൂടി നൈസായിട്ട് കിട്ടുമല്ലോ, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്യാൻ പോണത്. എല്ലാവരും കുറേശ്ശെ ഉള്ളത് കൊണ്ട് എല്ലാവരും കൂടിയാണ് ഒന്നിച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്യണത് കേട്ടോ. എല്ലാവരും കുറച്ച് ഉള്ളൂ കേട്ടോ, സെപ്പറേറ്റ് ആയിട്ട് എടുക്കാനുള്ളത് ഇല്ല, അതുകൊണ്ടാണ് ഈ എല്ലാവരും ഒന്നിച്ചിട്ടേക്കണത് കേട്ടോ. അപ്പോൾ ഇതിലാവുമ്പോൾ നൈസായിട്ട് കിട്ടുകയും ചെയ്യും. അങ്ങനെ ഒന്ന് തോരൻ വെച്ച് നോക്കാം, എങ്ങനെ ഉണ്ടാകുമെന്നൊന്നും അറിയണമല്ലോ. എന്തായാലും ഞാനിത് കട്ട് ചെയ്ത് കഴിഞ്ഞ് തോരൻ വെച്ച് കഴിഞ്ഞപ്പോൾ നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ, കാരണം നൈസായിട്ടാണ് വന്നത്. ആ കൊത്തമരിയൊക്കെ നല്ല നൈസായിട്ട് വന്നതുകൊണ്ട് നല്ല തോരൻ വെച്ച് കഴിഞ്ഞപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും, അങ്ങനെ അധികം കയ്പൊന്നും തോന്നിയില്ല കേട്ടോ. അപ്പോൾ അത് ഇനി ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വേഗം ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോട്ടെ, നല്ല സൂപ്പർ സാധനമാണ്. ഞാൻ ആരോടും അങ്ങനെ പറഞ്ഞു കൊടുക്കാറില്ല, നിങ്ങൾക്ക് മാത്രമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ എല്ലാവരും വേഗം ചെയ്തോ, നല്ല അടിപൊളി ഐറ്റമാണ് ഇത്. പിന്നെ പ്രീതി സോഡിയാക്കിൻ്റെ മിക്സിയാണ്. അപ്പോൾ ഈ ചോപ്പർ ഈ മിക്സിയുടെ കൂടെ തന്നെ കിട്ടണതാണ്, ഇത് നമ്മൾ സെപ്പറേറ്റ് വാങ്ങണതല്ല, ഇതിൻ്റെ ഒപ്പം ഒരുപാട് ജാറുകളുണ്ട്, അതിലുള്ളൊരു സംഭവമാണ്.